إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. സ്നേഹാദരവുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ താനൂർ പ്രദേശത്ത് ഇസ്ലാം വിചാരവേദി എന്ന ഒരു പ്രബോധന വിഭാഗത്തിനു കീഴിൽ സംഘടിപ്പിക്കുന്ന ഇടവിട്ട ആഴ്ചകളിൽ ഇവിടെ നടന്നുവരുന്ന ഇത്തരത്തിലുള്ളൊരു മതവിജ്ഞാന സദസ്സ്, അതിൽ പങ്കെടുക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചതിന് ഞാൻ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഈ ശബ്ദം ശ്രവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി തീരുവാൻ, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അറിവ് അത് നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ അടുക്കൽ അർഹമായ പ്രതിഫലത്തിന് കാരണമാകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആ മനസ്സോടുകൂടെ ഇരിക്കണം. എങ്കിൽ അത് വളരെ ഫലപ്രദമായ പുണ്യകരമായ ഒരു സദസ്സായി മാറുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസിയുടെ ജീവിതം എന്നതാണ് ഇന്ന് എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ലോകത്ത് ഏകദേശം 35 ലക്ഷത്തോളം ജീവിവർഗങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നാണ് മനുഷ്യന്റെ പഠന നിരീക്ഷണങ്ങളുടെ അതിൻ്റെ കണ്ടെത്തലിലൂടെ മനസ്സിലാക്കി കണക്കുകൂട്ടി ഏകദേശം പറയുന്നൊരു കണക്കാണ് 35 ലക്ഷത്തോളം ജീവിവർഗങ്ങൾ ഇവിടെ അധിവസിക്കുന്നു എന്നാണ്.
അതിനേക്കാൾ കൂടുതലുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വരും കാലങ്ങളിൽ അതിന്റെ കണക്ക് വീണ്ടും വലുതാകാനുള്ള സാധ്യത നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. എന്നാൽ ഈ ജീവിവർഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വം വെച്ചു പുലർത്തുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അതായത് ഇതര സൃഷ്ടിജാലങ്ങളെ അപേക്ഷിച്ച് ഈ ഭൂമിയിൽ അധിവസിക്കുന്ന ഏറ്റവും വിശിഷ്ടനായ വ്യക്തിയാണ്, സൃഷ്ടിയാണ് മനുഷ്യൻ. അഥവാ ഇവിടെയുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭൂമിയുടെ നിലനിൽപ്പും സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ പ്രവർത്തനങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സൃഷ്ടാവിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അതിന്റെയൊക്കെ യഥാർത്ഥ ഗുണഭോക്താവ് മനുഷ്യനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്ന് പ്രഭ ചൊരിയുന്നത്, വെളിച്ചം പരത്തുന്നത്, അതിന്റെ ഏറ്റവും ആവശ്യക്കാരൻ അത് മനുഷ്യനാണ്. പ്രദോഷമാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് മൂടി വരുന്നതിന്റെയും ഗുണഭോക്താവ് മനുഷ്യനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഒരു പറമ്പിൽ ഒരു മാവ് പൂക്കുന്നതും അത് കായ്ക്കുന്നതും, ഒരു വാഴ കുലച്ച് അതിന്റെ ഫലം പുറത്തു കൊണ്ടുവരുന്നതും, ഒരു ചെടി പുഷ്പിച്ച് അതിന്റെ സൗരഭ്യം വിടർത്തുന്നതുമൊക്കെ അതിന്റെയൊക്കെ ആത്യന്തികമായ ഗുണമനുഭവിക്കുന്ന സൃഷ്ടി ഇവിടെ മനുഷ്യനാണ്. ഇവിടെ റോഡ്, റെയിൽ ഗതാഗതങ്ങളും ബിൽഡിങ്ങുകൾ നിർമ്മിക്കപ്പെട്ടതുമൊക്കെ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതും അതിന്റെ ഗുണമനുഭവിക്കുന്നതും മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി തന്നെ ഈ സൃഷ്ടിജാലങ്ങളുടെ കേന്ദ്രബിന്ദു മനുഷ്യനാണ് എന്ന് പറയുവാൻ കാരണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ വചനത്തിലൂടെ ഈ കാര്യം അല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമിഅ, ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും ഉണ്ടാക്കിയിട്ടുള്ളത് അത് മനുഷ്യന് വേണ്ടിയാകുന്നു എന്നാണ്. അറിയപ്പെട്ടിടത്തോളം എഴുത്തുകാരനും വാഗ്മിയും കലാകാരനും രാഷ്ട്ര മീമാംസകനും ബിഷഗ്വരനുമൊക്കെ ആയിട്ടുള്ളത് മനുഷ്യനാണ്. ഇതര ജീവജാലങ്ങൾക്കൊന്നും അവയ്ക്ക് സൃഷ്ടാവ് ജന്മനാൽ നൽകിയിട്ടുള്ള ജന്മവാസനക്കപ്പുറത്ത് മറ്റൊരു പരിവർത്തനവും ഈ കാലയളവ് വരെ പറയത്തക്ക ഉണ്ടായതായി നമുക്കെവിടെയും കാണാൻ സാധ്യമല്ല. വളരെ മനോഹരമായി വസ്ത്രം ധരിക്കുന്ന സൃഷ്ടി മനുഷ്യനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യാ ബനി ആദം ഖുദൂ സീനതകും, അല്ലാഹുവിന്റെ നിർദ്ദേശം അങ്ങനെയാണ്. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം അത് സ്വീകരിച്ചു കൊള്ളുക. ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോട് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന സൃഷ്ടിയും നമ്മൾ തന്നെയാണ്. അല്ലമഹുൽ ബയാൻ, അവനെ ആശയവിനിമയം നടത്തുവാൻ വേണ്ടി പഠിപ്പിച്ചവനാകുന്നു നാം എന്ന് അള്ളാഹു പറയുന്നു. ജീവിതത്തിൽ സന്തോഷവും സങ്കടവുമൊക്കെ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സൃഷ്ടികൾ നമ്മൾ മാത്രമാകുന്നു. ആർത്തിരമ്പുന്ന കടൽ തിരമാലകളെക്കാൾ ഓളം വെട്ടുന്ന പ്രകമ്പനം കൊള്ളുന്ന മനസ്സിന്റെ ഉടമകളാണ് മനുഷ്യനെന്ന് നമുക്കോരോരുത്തർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ജീവിതത്തിന്റെ പങ്കപ്പാടുകൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകാതെ ആത്മഹത്യയുടെ തുരുത്തുകൾ അന്വേഷിച്ചു പോകുന്ന ഈ പ്രപഞ്ചത്തിലെ, ഈ ലോകത്തിലെ ഏക സൃഷ്ടിയും മനുഷ്യൻ മാത്രമാണ്. ഇങ്ങനെ എന്തുകൊണ്ടും ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്ന മനുഷ്യൻ, അവനെ സൃഷ്ടാവ് അല്ലെങ്കിൽ അവന്റെ രക്ഷിതാവ് വെറുതെ അങ്ങനെ ഭൂമിയിൽ അധിവസിക്കുവാൻ വേണ്ടി, ജീവിക്കുവാൻ വേണ്ടി നിയോഗിച്ച ഒന്നല്ല. ഇവിടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നന്മ നിറഞ്ഞതും എന്നാൽ വളരെ അപകടകരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ചെയ്തികളും മനുഷ്യനിൽ നിന്നുണ്ടാകുന്നു. 700 കോടിയിലധികം വരുന്ന മനുഷ്യരെ മുഴുവൻ 200 തവണ ആവർത്തിച്ചു നശിപ്പിക്കുവാൻ മാത്രം ശേഷിയുള്ള
ആയുധം ശേഖരിച്ചു വെച്ച ആ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, സാമ്രാജ്യങ്ങളുടെ കയ്യിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന 700 കോടിയിലധികം വരുന്ന മനുഷ്യ ചരാചരങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ മുഴുവൻ 200 തവണ ആവർത്തിച്ച് നശിപ്പിക്കുവാൻ മാത്രം ശേഷിയുള്ള ആയുധശേഖരം നിലനിൽക്കുന്നുവെന്നാണ്. ഭൂമിയെ നിമിഷങ്ങൾ കൊണ്ട് ഭസ്മീകരിക്കുവാൻ മാത്രം ശക്തി മനുഷ്യന്റെ വിരൽത്തുമ്പിൽ ഒതുങ്ങി നിൽക്കുന്നു. ലോകമഹായുദ്ധങ്ങളിൽ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിലായി 2 കോടിയിലധികം വരുന്ന മനുഷ്യനും സാധാരണക്കാരും പട്ടാളക്കാരുമായ ആളുകൾ ഇവിടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അപകടകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യരുണ്ട്. എന്നാൽ എവിടെയും അറിയപ്പെടാത്ത, ആരുടെയും അംഗീകാരങ്ങൾ ലഭിക്കാത്ത, ഒരാളും ആദരിക്കാത്ത, ഒരു പത്രങ്ങളിലും പേര് വരാതെ ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യരെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ഈ നിലക്ക് മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ നന്മ തിന്മകളെ കൃത്യമായി വ്യവച്ഛേദിച്ച് അതിനെ കണക്ക് നോക്കി അർഹമായ പ്രതിഫലം നൽകുവാനുതകുന്ന ഒരു മാപിനി അല്ലെങ്കിൽ മൂല്യനിർണയ ഉപാധി ഇന്ന് നമ്മുടെ കൈവശമില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഇസ്ലാം നൽകുന്ന ചില വ്യക്തമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ കാണുവാൻ സാധ്യമാകുന്നത്. കൃത്യമായ 2 ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് മനുഷ്യ ജീവിതത്തെ ഇസ്ലാം കണക്കാക്കുന്നത്. ഒന്ന്, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം. ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, മനസ്സിലാക്കുക ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നത് ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകുന്നു. എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? കേവലം വിശ്വാസം എന്ന് പറയുമ്പോൾ കേവലം അതൊരു ഊഹമോ അല്ലെങ്കിൽ ഒരു ധാരണയോ മനുഷ്യന്റെ ഒരു തോന്നലോ ആയി നിലനിൽക്കുവാൻ പാടില്ല. തികച്ചും നമുക്ക് ഉറപ്പായി അനുഭവപ്പെടണം. അൽ ഈമാൻ എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പദം അൽ ഇഅ്തിഖാദ് എന്നാണ്. വിശ്വാസം എന്നതിന് ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എന്താണ് ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ? അഖദ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വസ്തു ആടി ഉലയാതെ ഇളക്കം തട്ടാതെ ഉറപ്പിച്ചു നിർത്തുന്നതിനാണ്. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറയപ്പെടുന്ന മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ കാറ്റത്ത് ഒരു മരച്ചില്ലയിൽ കെട്ടിത്തൂക്കി വെച്ച ഒരു പക്ഷിയുടെ തൂവൽ പോലെയാണ് എന്നാണ്. അതിങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കും. അതിനെ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ശക്തമായ ഒരു പാശവുമായി അതിനെ കൂട്ടി യോജിപ്പിക്കണം. അപ്പോഴേ ആ ഇഅ്തിഖാദ് യഥാർത്ഥത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഉണ്ടാകാം. അല്ലെങ്കിൽ അതൊരു തോന്നലായി കേവലം ഒരു ധാരണ അല്ലെങ്കിൽ ഊഹമായി നിലനിൽക്കുവാൻ പാടില്ല. നമുക്ക് ഉറപ്പായും അനുഭവപ്പെടുന്നതായിരിക്കണം ആ വിശ്വാസം എന്നതാണ്. എന്താണ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിലും ഏതൊരു കാര്യം നിർവഹിക്കുന്നുവെങ്കിലും കൃത്യമായും നമ്മെ നമ്മുടെ നാഥൻ രക്ഷിതാവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് ഉറപ്പായി മാറണം. വഹുവമാക്കും മൈനമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പാകുമ്പോഴേ നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് മാറ്റിപ്പണിയുവാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുപോകുവാൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ നാം ഇഷ്ടപ്പെടുന്ന, നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മൾ അവർക്കിഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. കാരണം എന്താണ്? അവർ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മുടെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മളോട് ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കുന്ന ആരുടെയെങ്കിലും മുമ്പിൽ വെച്ച് അവർക്കിഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുകയില്ല. എന്തുകൊണ്ടാണത്? നമുക്കുറപ്പാണ് അവർ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് അവർ അറിയാൻ പാടില്ല, അവർ കാണാൻ പാടില്ലാത്ത ഒരു പ്രവർത്തനമാകുന്നുവെന്ന്. എന്നാൽ
അള്ളാഹുവിനെ കുറിച്ച് ആ ഒരു ഉറപ്പിലേക്ക് നമ്മുടെ വിശ്വാസം മാറി വരണം. കേവലം ഈമാൻ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കപ്പെടുകയില്ല. ആ നിലക്ക് നമ്മുടെ രക്ഷിതാവ് നമ്മെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന തോന്നൽ അല്ല, ഉറപ്പ് നമുക്കുണ്ടാവണം. അപ്പോഴേ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കുവാൻ സാധ്യമാകുള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാകുന്നു. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ. ഒരു കണ്ണും അവനെ കണ്ടെത്തുന്നില്ലെങ്കിലും എല്ലാ കണ്ണുകളെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൽ ഇഹ്സാൻ, എന്താണ് ആത്മാർത്ഥത, നിഷ്കളങ്കമായ നന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അൻതഅബ്ദു റബ്ബക കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിന്റെ രക്ഷിതാവിനെ നീ അവനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നീ ആരാധിക്കണം. നിന്നെ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മളുടെ ഈമാൻ അത് ഇഅ്തിഖാദ് ആയി മാറുന്നത്. ഉറപ്പായും നമുക്ക് തോന്നും നമ്മെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. നമുക്കങ്ങോട്ട് കാണാൻ സാധ്യമല്ലെങ്കിലും നമ്മെ ആ നാഥൻ രക്ഷിതാവ് കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന ഉറപ്പ് നമുക്കുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായി ഇറങ്ങി വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മുൻഗാമികളായ പ്രവാചകന്മാരുടെയും സഹാബിമാരുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൃത്യമായി ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊക്കെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസങ്ങൾ നിറഞ്ഞ അവസ്ഥയിലും പിടിച്ചു നിന്നത് തന്റെ രക്ഷിതാവ് നമ്മുടെ കൂടെയുണ്ട് എന്നതായിരുന്നു. ബിലാലും സുമയ്യയും ഹബ്ബാബും ഒക്കെ ത്യാഗം നിറഞ്ഞ ജീവിതം നയിച്ചപ്പോഴും ഒരു ലവലേശം ഇളക്കം തട്ടാത്ത ഉറച്ച ഈമാൻ അവർക്കുണ്ടായത് തന്റെ രക്ഷിതാവ് തങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമുക്ക് മിക്കപ്പോഴും ഉണ്ടായിരിക്കാൻ മുഴു സമയവും ഉണ്ടാകേണ്ടുന്ന ആ അവസ്ഥയിൽ തൊട്ടു പിന്നാലെ വരേണ്ടുന്ന മറ്റൊന്നാണ് അൽ ഈമാനും ബിൽ ആഖിറ. പരലോകത്തെക്കുറിച്ചുള്ള ആ വിശ്വാസം, പരലോക ബോധം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഉറപ്പായി തന്നെ അനുഭവപ്പെടണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ ഞാൻ ഓതിവെച്ച ആ വചനങ്ങളുടെ അവസാനത്തിൽ പറയുന്നത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തെക്കുറിച്ച് ദൃഢബോധ്യമുള്ളവരായിരുന്നു എന്നാണ്. എന്താണ് ദൃഢബോധ്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നിർവഹിക്കുന്ന എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനൊക്കെ കൃത്യമായി നാളെ കണക്ക് പറയേണ്ടി വരുമെന്ന ആ ഉറച്ച ബോധ്യം. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരെങ്കിലും ഒരു അണുത്തൂക്കം നന്മ ചെയ്യുന്നുവെങ്കിൽ അത് അവിടെ അവന് കണ്ടെത്താൻ സാധിക്കും. ആരെങ്കിലും ഒരു അണുത്തൂക്കം തിന്മയാണ് ചെയ്യുന്നതെങ്കിലോ അതും അവനവിടെ കൃത്യമായി കണ്ടെത്തുമെന്ന ആ ഉറപ്പ്, ആ ഉറച്ച ബോധ്യമാണ് മനുഷ്യനെ കൂടുതൽ കൂടുതൽ നന്മയുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. വമ്മാമൻ സഖലത മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാളിയ വമ്മാമൻ ഖഫ്ഫത മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആരെങ്കിലും അവിടേക്ക് വേണ്ടി തന്റെ തുലാസിന്റെ കനം തൂങ്ങി അധികമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവനവിടെ തൃപ്തമായ സംതൃപ്തി നിറഞ്ഞ ജീവിതം അവിടെ അവന് കാണുവാൻ സാധിക്കും. ഇല്ല, ആ തുലാസിന്റെ കനം ഖഫ്ഫത്ത് മവാസീനുഹും, അത് കനം കുറഞ്ഞു പോയാലോ ഫഉമ്മുഹു ഹാവിയ, അവന്റെ മടക്കസ്ഥാനം അത് വളരെ ഭയാനകമായ നരകമായിരിക്കുമെന്നാണ്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കപ്പെടുന്ന മാറ്റമുണ്ടാകുന്ന രൂപത്തിലേക്ക് വരും. മഹാന്മാരായ പ്രവാചകന്മാരുടെയും സഹാബിമാരുടെയും ഒക്കെ ചരിത്രം അതായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായിരുന്നു വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയുടെ കൂരിരുട്ടിലും കൊടും തണുപ്പിലും തന്റെ പ്രജകളുടെ ക്ഷേമമന്വേഷിച്ച് പുറത്തിറങ്ങിയിരുന്നത് ഈ തണുപ്പിലും ഇരുട്ടിലും നന്നായി ഉറങ്ങുവാനുള്ള ആ ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരുന്നില്ല. പക്ഷേ
നാളെ പരലോകത്ത് വെച്ച് തന്റെ പ്രജകളെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അതിന് മറുപടി പറയാൻ സാധ്യമായില്ലെങ്കിൽ ഒരിക്കലും അവിടെ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന ഉറച്ച ബോധ്യമായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്ക്. യൂഫ്രട്ടീസ് തീരത്ത് ഒരാട്ടിൻകുട്ടിയെങ്ങാനും വെള്ളം കിട്ടാതെ ചത്തുപോയാൽ അതിനുപോലും ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ഉറച്ച ബോധ്യമായിരുന്നു അവരെയൊക്കെ മാറ്റിപ്പണിതത് എന്നാണ്. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, പ്രവാചകരെ, ഞാൻ അങ്ങാടിയിൽ ഈത്തപ്പഴ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കടയിൽ പലരും വന്ന് ഈത്തപ്പഴം വാങ്ങി പോകാറുണ്ട്. ഒരിക്കൽ എന്റെ കടയിൽ ഒരു പെൺകുട്ടി ഈത്തപ്പഴം വാങ്ങുവാൻ വേണ്ടി വന്നു. ഞാൻ സാധാരണ ഈത്തപ്പഴം എടുത്തു കൊടുക്കുന്നത് പോലെ, എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ അവൾക്കും കൊടുത്തു. പക്ഷെ ഞാൻ അറിയാതെ ഞാൻ രണ്ടാമത് ഒന്നുകൂടി അവളെ അറിയാതെ നോക്കിപ്പോയി. പ്രവാചകരെ, എന്റെ ഈമാൻ നശിച്ചു പോകുന്നു, ഞാൻ വലിയ അപകടത്തിലേക്ക് എത്തിപ്പെടുന്നുവെന്ന് ആ സഹാബി ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഈ ഒരു കാര്യത്തിൽ ആ സഹാബിക്കുണ്ടായിരുന്ന വേദന അല്ലെങ്കിൽ അത്രയും പ്രയാസം അനുഭവപ്പെടുവാനുണ്ടായ കാരണം ഇതൊരു നിസ്സാര കാര്യമാണെങ്കിലും എത്ര ചെറുതാണെങ്കിൽ പോലും പടച്ച തമ്പുരാന്റെ മുമ്പിൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉറച്ച ബോധ്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനായ സവിശേഷമായ വ്യക്തിത്വമുള്ള മനുഷ്യൻ അവന്റെ ജീവിതത്തിന് ലോകരക്ഷിതാവായ നാഥൻ നിശ്ചയിച്ച അടിസ്ഥാനപരമായ ചില തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ ആ ജീവിതത്തിന് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യമാവുകയുള്ളൂ. അതാണ് അള്ളാഹുവിനുള്ള വിശ്വാസവും പരലോക ബോധവും എന്നത്. കൃത്യമായി ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോഴേ അവിടെ ജീവിതത്തിൽ വിജയം വരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇനി വിശ്വാസിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം എന്നത് ഞാൻ പറഞ്ഞു കേവലം ഒരു തോന്നലോ ഊഹമോ ആയിട്ട് മാറുവാൻ പാടില്ല. നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന, സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലുള്ളതായിരിക്കണം. മത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. കേവലം അതൊക്കെ ശരിയാണ്, സത്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പോരാ. അത് നമ്മുടെ ജീവിതത്തിൽ, സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ അത് പ്രായോഗിക തലത്തിൽ വരാൻ സാധ്യമാകണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ വിവാഹരംഗത്ത് സ്ത്രീധനം നിഷിദ്ധമാണ് എന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ അംഗീകാരം അത് നടപ്പിൽ വരുത്തേണ്ടുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ അവൻ ആ അംഗീകരിക്കുന്ന കാര്യം അവന്റെ ജീവിതത്തിൽ ഒരു നിലക്കും പരിവർത്തനം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പലിശ നിഷിദ്ധമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ സാമ്പത്തിക ഇടപാടുകളിൽ പലിശ കടന്നു വരുന്നതിന് ഭയപ്പെടാതെ യഥേഷ്ടം അതുമായി ഇടപെട്ടു പോകുന്നുവെങ്കിൽ അവൻ അംഗീകരിച്ച ആ കാര്യം അവന്റെ ജീവിതത്തിൽ യാതൊരു പരിവർത്തനവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് ആ നമസ്കാരം കൊണ്ട് പടച്ച തമ്പുരാൻ ഉദ്ദേശിച്ച ലക്ഷ്യം വെച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാകുന്നില്ല എങ്കിൽ യാന്ത്രികമായി സമയബന്ധിതമായി നടത്തിവരുന്ന ഒരു കർമ്മം എന്നതിനപ്പുറം അതിന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവുകയില്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം വിശ്വാസികൾക്ക് സമയബന്ധിതമായി നിർണയിക്കപ്പെട്ടതാണ് എന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് അൻകബൂത്തിൽ അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം അത് മനുഷ്യനെ സകലമാന തിന്മകളിൽ നിന്നും മ്ലേച്ഛവൃത്തികളിൽ നിന്നും അകറ്റി നിർത്തുന്നതായിരിക്കണമെന്നാണ്. നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് ആ നമസ്കാരം കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി വരേണ്ടുന്ന ഒരു മാറ്റമാണ് സകലമാന തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന്. ആ നിലക്ക് അവന്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുവാൻ അത് സാധ്യമാകുന്നില്ല എങ്കിൽ അവൻ നമസ്കരിക്കുന്നത് കൊണ്ട് ഫലമില്ല എന്നാണ്. ഇപ്പൊ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി
അദ്ദേഹം തന്റെ കച്ചവട തിരക്കിനിടയിൽ നിന്നും വന്നുകൊണ്ട് വളരെ പെട്ടെന്ന് വന്ന് നമസ്കാരം നിർവഹിച്ച് വീണ്ടും തിരിച്ച് കച്ചവട സ്ഥലത്തേക്ക് പോവുകയാണ്. ആ നമസ്കാരം നിർവഹിച്ച് തിരിച്ച് കച്ചവടത്തിൽ ഏർപ്പെടാൻ പോകുന്ന വ്യക്തി വീണ്ടും തന്റെ കച്ചവടത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൊള്ളലാഭവുമൊക്കെ നടത്തുന്നുവെങ്കിൽ അവന്റെ നമസ്കാരത്തിന് യാതൊരു സ്വാധീനവും ഒരു പരിവർത്തനവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാധ്യമായിട്ടില്ല എന്നാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ തന്റെ പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ആ നിലക്കുള്ള ഒരു നമസ്കാരം കൊണ്ട് ഫലമില്ല എന്നാണ്. ഇവിടെയാണ് പറഞ്ഞത് വിശ്വാസിയുടെ ജീവിതം അവൻ കേവലം കാര്യങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യാന്ത്രികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. തികച്ചും അവന്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുവാൻ സാധ്യമാകുന്നതായിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ വന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലൂടെ ഈ കാര്യം നമ്മെ അറിയിക്കുന്നുണ്ട്. ഖാലത്തുൽ അറാബു ആമന്നാ ഖുല്ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ശൈആ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഖാലത്തുൽ അറാബു ആമന്നാ. കുറച്ച് ഗ്രാമീണരായ ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്. പക്ഷേ അള്ളാഹു നബിയോട് തിരുത്തുവാൻ ആവശ്യപ്പെട്ടു. ഖുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. നബിയെ പറയുക, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല, ഞങ്ങൾ അസ്ലംന, ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിന് കീഴൊതുങ്ങാം എന്ന് നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ആമന്ന എന്ന് പറയേണ്ട എന്നാണ്. എന്താണ് ഇവിടെ വ്യത്യാസം? ആമന്ന എന്ന് പറഞ്ഞാൽ അതൊരു പ്രഖ്യാപനം മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്, ആ നടപടിക്രമമാണ്, വിശ്വാസ സംഹിതയാണ്. അത് മുഴുവനായും സ്വീകരിച്ച് മുന്നോട്ടു പോകുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ആമന്ന എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അസ്ലംന, ഞങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നേ അവിടെ പറയുവാൻ സാധ്യമാവുകയുള്ളൂ. വൈൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ശൈആ. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു കർമ്മത്തിന്റെയും ഫലത്തെ അള്ളാഹു ഇല്ലാതെയാക്കി കളയുകയില്ല എന്നാണ്. ഈ നിലക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തെക്കുറിച്ചും പറഞ്ഞത് വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കർമ്മനിരതമാണ്. ആരാധനകൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന സമ്പന്നമായ ഒന്നാണ്. പക്ഷേ ഈ ആരാധനകളും അനുഷ്ഠാനങ്ങളും എന്നും ആ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാക്കുവാൻ, ഒരു പരിവർത്തനമുണ്ടാക്കുവാൻ സാധ്യമാകുന്നതായില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അത് നഷ്ടമായി പോകും. അത് നമുക്ക് നഷ്ടമായി പോകും. ഇപ്പൊ നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് നമുക്കറിയാം, ആയത്തിന്റെ അവസാനം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ. വ്രതമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഗുണം അവന്റെ ജീവിതത്തിൽ കാണണം. സൂക്ഷ്മത പാലിക്കുന്ന, ധർമ്മനിഷ്ഠ പുലർത്തുന്നവരായിരിക്കണം. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിടത്തോ തുതഹിറുഹും വതുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യണം. അവരുടെ മനസ്സിനെയും സമ്പത്തിനെയും ഒക്കെ ശുദ്ധീകരിച്ച് സംസ്കരിച്ച് നന്നാക്കിയെടുക്കുവാൻ സാധ്യമാകുന്നതായിരുന്നു. ഇതില്ല എങ്കിൽ ഈ നിലക്കുള്ള നേട്ടങ്ങളൊന്നും ഗുണങ്ങളൊന്നും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ഒരു ഫലവും ലഭ്യമല്ല എന്നാണ്. ഈ നിലക്ക് വിശ്വാസികൾ ജീവിതത്തെ ഓരോന്നിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പരിവർത്തിപ്പിച്ചെടുക്കുവാൻ, മാറ്റിയെടുക്കുവാൻ ശ്രമങ്ങൾ നടത്തണം. ഇനി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഓരോരുത്തർക്കും നിർവഹിക്കേണ്ടുന്ന ഒരുപാട് ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. അത് കൊടുക്കുന്നുണ്ടോ? അത് നിർവഹിക്കുന്നിടത്ത് കൃത്യമായ ആ നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഒന്നാമതായി അള്ളാഹുവിനെ ആരാധിക്കണമെന്നത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമായി, ബാധ്യതയായി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചതമ്പുരാൻ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ
ഞാനാണിത് നൽകുന്നത് എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ യാ അയ്യുഹന്നാസു അബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. മാനവ സമൂഹത്തെ ഒന്നിച്ചു വിളിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പറയുന്നു. അതിന് കാരണങ്ങൾ നിരത്തുന്നുണ്ട്. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് നാമാണ്. ആ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നെ ആരാധിക്കണമെന്നത് പടച്ചതമ്പുരാൻ ഒരു അധികാര സ്വരത്തിൽ ഒരു ആധിപത്യ മനസ്ഥിതിയോടുകൂടെ ആവശ്യപ്പെടുന്ന ഒന്നല്ല. കാരണങ്ങളുണ്ട്. അത് നിങ്ങൾ ആ കാര്യം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതപ്പെടുന്നത് ഞാൻ അതിന് അർഹനാണ് എന്ന് അള്ളാഹു തുടർന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചത് അത് നാമാണ്. മാത്രമല്ല ആകാശത്തു നിന്ന് മഴ ഇറക്കി തരുന്നത്, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളപ്പിച്ചു തരുന്നത് ഇത് മുഴുവനും നാമാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അള്ളാഹുവിന്റെ ആഹ്വാനം. ഫലാ തജഅലൂ. വിശ്വാസികൾ അവരുടെ ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളും നിർവഹിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ നാഥനോട് നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു, അള്ളാഹു ഒരിക്കലും ഒരു ആധിപത്യ സ്വരത്തിൽ അധികാര മനോഭാവത്തോടുകൂടെ നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുകയില്ല. എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് കാരണങ്ങൾ അള്ളാഹു നിരത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന മുഴുവൻ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത് നാം ആകുന്നു. അതുകൊണ്ട് എനിക്ക് അർഹതപ്പെട്ടതാണ് ആരാധന എന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പറഞ്ഞത്. തുടർന്ന് അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. തുടർന്ന് അള്ളാഹു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ കാണിക്കുന്നവരായിരിക്കണം. ഏറ്റവും നന്മ നിർവഹിക്കുവാൻ അള്ളാഹുവിനെ കഴിച്ചാൽ ഏറ്റവും അർഹതപ്പെട്ട അവകാശപ്പെട്ടവരാണ് മാതാപിതാക്കൾ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ബാധ്യതയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര ജിഹാദ് ചെയ്യുന്നവനാണെങ്കിലും, എത്ര കർമ്മപദത്തിൽ സജീവമായി നിലകൊള്ളുന്നവനാണെങ്കിലും മാതാപിതാക്കൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുവാൻ ഒരിക്കലും പാടില്ല. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധവേളയിൽ ആളുകളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും പ്രായം ചെന്ന മാതാപിതാക്കൾ അവർ സംരക്ഷണത്തിന് അർഹതപ്പെട്ടു നിൽക്കുന്നുവെങ്കിൽ അവരിതിന് പോരേണ്ടതില്ല. അവൻ കൽ മുജാഹിദ് ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെടുന്ന ഒരു വിഭാഗമായി മാതാപിതാക്കൾ, പ്രായം ചെന്ന രക്ഷിതാക്കൾ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കൃത്യമായി നമ്മൾ ബോധവൽക്കരിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത്. കുറച്ചു മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത, ഒരു യുവതിയായ ഒരു സ്ത്രീ വളരെ പ്രായം ചെന്ന് നടക്കാൻ കഴിയാത്ത ഒരു വൃദ്ധയെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. അവർ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെയുള്ള വൃദ്ധസദനത്തിന്റെ അധികാരികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കുറെ കാലമായി ആരുമില്ലാത്ത ഈ വൃദ്ധയെ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ജോലിസ്ഥലം ഇവിടെ നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം ആരുമില്ല എന്ന നിലക്ക് ഞാനായിരുന്നു ഇവരെ സംരക്ഷിച്ചിരുന്നത്. ഇനി എനിക്ക് ആരുമില്ലാത്ത ഇവരെ നോക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരുടെ കൈകളിൽ വൃദ്ധയായ, സ്വന്തമായി എണീറ്റ് നടക്കുവാൻ പോലും കഴിയാത്ത ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുപോയി ഒരു യുവതിയായ സ്ത്രീ ഏൽപ്പിച്ച് തിരിച്ചു നടന്നു പോരുകയാണ്. അങ്ങനെ അവരെ ഏൽപ്പിച്ച് ആ യുവതി തിരിച്ചു നടന്നു പോകുന്ന ആ ഗേറ്റ് അങ്ങോട്ട് കടക്കുന്ന സമയത്ത് ആ വൃദ്ധയായ സ്ത്രീ ആ അധികാരികളോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു.
ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് ആ നടന്നു പോകുന്ന സ്ത്രീയെ, പെണ്ണിനെ പ്രസവിച്ചു എന്നതായിരുന്നു എന്ന്. അവിടെ അവർ പറഞ്ഞു ഫലിപ്പിക്കുവാൻ ശ്രമിച്ചത് ആരുമില്ലാത്ത ഒരാളെ ഞാൻ സ്വയം ഏറ്റെടുത്ത് സംരക്ഷിക്കുകയായിരുന്നു. കേട്ട അധികാരികൾക്കും തോന്നി, ഇവർ ഇത്രയും കാലം ഇത് ചെയ്തുവല്ലോ, വലിയൊരു നന്മ, വലിയൊരു ത്യാഗം. ഇനി അവർ ജോലിസ്ഥലം മാറിപ്പോകുന്നു, അതുകൊണ്ട് ഇവിടെ ഏൽപ്പിക്കുന്നു, അതൊരു തെറ്റല്ലല്ലോ എന്ന നിലയ്ക്ക് അവർ ഏറ്റെടുത്തു. അപ്പോഴാണ് ആ വൃദ്ധയുടെ നാവ് അധികം സംസാരിക്കാൻ കഴിയാതെ വളരെ ഞെങ്ങി ഞെരുങ്ങി അവർ പറഞ്ഞൊരു കാര്യം, ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് അവളെ പ്രസവിച്ചു എന്നത് മാത്രമായിരുന്നു എന്ന്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രയോ പത്രവാർത്തകൾ, ഈ നിലക്കുള്ള സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞും കേട്ടും കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി, രക്ഷിതാവിന്റെ നാഥന്റെ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ അത് മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കുന്നതിലൂടെയാണ് എന്നാണ്. അള്ളാഹുവിന്റെ കോപം നമുക്കുണ്ടാവുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ കോപം നമ്മിലേക്ക് കടന്നു വരുന്നതോടുകൂടെയാണ് എന്നാണ്. ഈ നിലക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളോട് അവർക്ക് അർഹമായ ആ പരിഗണനയും ശ്രദ്ധയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുന്നുവെങ്കിൽ, ശ്രദ്ധിക്കാതെ പോകുന്നുവെങ്കിൽ തികച്ചും വലിയ തെറ്റായ പ്രവർത്തനമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കും. സാമൂഹ്യമായി ഒരു വിശ്വാസി ഏറ്റെടുക്കേണ്ടുന്ന ഒരുപാട് ബാധ്യതകളുണ്ട്. പക്ഷേ പലപ്പോഴും അതൊന്നും നമ്മൾ പരിഗണിക്കാറില്ല. പലപ്പോഴും ആരുടെയും വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ വരാതെ പോകുന്നു. മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മളുടെ വീടകങ്ങളിലും കുടുംബകങ്ങളിലും നാടുകളിലും സമൂഹത്തിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് ശ്രദ്ധിക്കുവാൻ ആളില്ലാത്തൊരു സാഹചര്യം, തികച്ചും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായി മാതാപിതാക്കൾ മാറുന്നുവെങ്കിൽ അത് വലിയ കോപത്തിന് വിധേയമാകുന്ന സാഹചര്യമാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി മാതാപിതാക്കളെ വിട്ടാൽ മറ്റ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്നവരാണ് പ്രായം ചെന്ന മുതിർന്ന ആളുകൾ. മുതിർന്നവരായ ആളുകൾക്ക് ലഭ്യമാകേണ്ടുന്ന അർഹമായ പരിഗണനയും ആദരവും ബഹുമാനവും ഒക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു കാലം. ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ പ്രായം ചെന്നവർക്ക് റിസർവ്ഡ് സീറ്റ് വേണം. അതുണ്ടെങ്കിൽ അതുപോലും അവർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. സീനിയർ സിറ്റിസന്റെ സീറ്റിലും മറ്റുള്ളവർക്കായിരിക്കും ഇവരിപ്പോഴും പിടിച്ചു തൂങ്ങി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് കൃത്യമായ അവബോധം, ഏതൊക്കെ തരത്തിലുള്ള ആളുകളെ പരിഗണിക്കേണ്ടുന്നവരെ എങ്ങനെയൊക്കെ പരിഗണിക്കണമെന്ന ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രായം ചെന്നവർക്ക്, മുതിർന്നവർക്ക് സീറ്റ് റിസർവ് ചെയ്യേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. ഇല്ലെങ്കിലും അർഹരായ ആളുകളെ കാണുമ്പോൾ അതവർക്ക് നൽകുവാനുള്ള ബോധം, ആ ഒരു സാമൂഹ്യ ബോധം പലപ്പോഴും ഇന്ന് ഉണ്ടായിട്ടില്ല. മല്ലം യർഹം സഗീറനാ വലം യവഖിർ കബീറനാ ഫലൈസ മിന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ, പ്രായം കുറഞ്ഞവരോട് വാത്സല്യത്തോടുകൂടെ പെരുമാറാത്തവൻ, മുതിർന്നവർക്ക് അർഹിക്കുന്ന ആദരവും ബഹുമാനവും പരിഗണനയും നൽകാത്തവൻ ഫലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസിയല്ല എന്നാണ്. വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാണ് ആവേണ്ടത്? പരിഗണിക്കേണ്ടുന്നവരെ, സ്നേഹിക്കേണ്ടുന്നവരെ, വാത്സല്യം നൽകേണ്ടുന്നവരെ, ലാളിത്യം കാണിക്കേണ്ടുന്നവരോട് അത് കൃത്യമായി നൽകുവാൻ നമ്മൾ ആ ബാധ്യതകൾ കൃത്യമായി പുലർത്തി പോരുന്നുണ്ടോ, നിർവഹിച്ചു പോരുന്നുണ്ടോ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടവരാണ്. ഇന്ന് വൃദ്ധന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരുന്നു. ആ നിയമങ്ങൾ ഉണ്ടാക്കി അത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള കിണഞ്ഞ പരിശ്രമങ്ങൾ. ഏറ്റവും കൂടുതൽ അവകാശം നിഷേധിക്കപ്പെടുന്നവരാണ് നമ്മളുടെ മക്കൾ. പല നിലക്കും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തി അത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വളരെ ശക്തിയുക്തം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു സാമൂഹ്യ ബോധം, അല്ലെങ്കിൽ ഈ നിലക്കുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും പഠിക്കുവാനും പാലിക്കുവാനും നമുക്ക് സാധ്യമായോ? മല്ലം യർഹം സഗീറന, ചെറിയവരോട് കാരുണ്യം കാണിക്കണം, വലിയവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകണമെന്ന് പലപ്പോഴും ഇതൊന്നും പരിഗണിക്കുവാൻ, ഈ നിലക്കൊന്നും ശ്രദ്ധിക്കുവാൻ, ഈ നിലക്ക് കാര്യങ്ങളെ കാണുവാൻ നമുക്ക് സാധ്യമാകാതെ പോയതിന്റെ വലിയ ഭവിഷ്യത്തുകളാണ് സമൂഹത്തിൽ പല നിലക്കുമുള്ള ഉച്ചനീചത്വങ്ങളും പ്രശ്നങ്ങളും, എപ്പോഴും അസ്വസ്ഥതകളും, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മൾ പലപ്പോഴും വിട്ടുപോയ, അകന്നുപോയ പല ബന്ധങ്ങളുമുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അയൽപ്പക്കം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളിലും പ്രവർത്തനങ്ങളിലും അവൻ പരിഗണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് സ്വന്തം അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുകൾ. വല്ലാഹി ലാ യുമിൻ വല്ലാഹി ലാ യുമിൻ വല്ലാഹി ലാ യുമിൻ ലാ യുമിൻ ജാറുഹു ബവായിഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് 3 തവണ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഒരാളും വിശ്വാസിയാവുകയില്ല. സഹാബികൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്? ലാ യഅ്മൻ ജാറുഹു ബവായിഖഹു. ഒരുത്തന്റെ അയൽവാസി അവന്റെ ദ്രോഹത്തിൽ നിന്നും സുരക്ഷിതനല്ല എങ്കിൽ അവൻ ഒരിക്കലും വിശ്വാസിയല്ല എന്നാണ്. ഇന്ന് അയൽപ്പക്കങ്ങൾ ആ നിലക്ക് പരിഗണിക്കുന്ന, അയൽപ്പക്കവാസികളുമായി നല്ലൊരു ബന്ധം പുലർത്തുന്ന കാലം തന്നെ വിട്ടുപോയിട്ടുണ്ട്. അയൽപ്പക്കങ്ങളൊക്കെ വലിയ വൻ മതിലുകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇന്നുള്ളത്. ആ നിലക്ക് മാറിയിരിക്കുന്നു സമൂഹം. മുമ്പത്തൊക്കെ പഴയകാല അവസ്ഥകളെ കുറിച്ചൊക്കെ ചില കഥകളിലൊക്കെ നമ്മൾ വായിച്ച് അനുഭവിച്ച അറിവുകൾ, രാത്രിയായി കഴിഞ്ഞാൽ, ഇരുട്ടിക്കഴിഞ്ഞാൽ തങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ തീയില്ല എങ്കിൽ തന്റെ അയൽവാസിയുടെ വീട്ടിലെ അടുപ്പിൽ പോയി തീക്കനൽ കൊണ്ടുവന്ന് തീ കൊളുത്തി വിളക്ക് കത്തിച്ചിരുന്ന ഒരു കാലമൊക്കെ നമ്മുടെയൊക്കെ മുൻഗാമികൾക്ക് അല്ലെങ്കിൽ പൂർവികർക്ക്, പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ആ അനുഭവങ്ങളൊക്കെ അറിയായിരിക്കാം. ആ നിലക്കൊക്കെയുള്ള ചില ബന്ധങ്ങളും പരിഗണനകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാം വിരൽ തുമ്പിലൊതുങ്ങിയ കാലഘട്ടത്തിൽ ഇതൊക്കെ പാടെ മറന്നു. അയൽവാസി അറിയില്ലെങ്കിലും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് അപ്പുറത്ത് ജീവിക്കുന്ന ആളുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അയൽവാസി ഏതുവരെ നമ്മുടെ മലയാളി മണ്ണിൽ സംഭവിച്ച ചില വാർത്തകളൊക്കെ വളരെ ദുഃഖിതമാണ്. ഒരു വീട്ടിലെ ആളുകളെല്ലാവരും കൂടി ആത്മഹത്യ നടത്തിയിട്ട് സ്വന്തം അയൽപ്പക്കത്ത് മതിലിനിപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ 3 ദിവസം വരെ അറിഞ്ഞില്ല. ആ വീട്ടുകാരുടെ ഏതോ അകന്ന ബന്ധുക്കൾ ഇവരെ അന്വേഷിച്ച് വീട്ടിൽ വന്നു നോക്കുമ്പോഴാണ് വീട്ടിലുള്ള എല്ലാവരും മരണപ്പെട്ടു കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു. സ്വന്തം അയൽപ്പക്കത്ത് 2 മീറ്റർ ഇപ്പുറത്ത് കിടക്കുന്ന ആളുകൾക്ക് അത് അറിയാൻ സാധിച്ചില്ല. തികച്ചും ഒരു ഫ്ലാറ്റ് സംസ്കാരം എന്ന ഒരു ഫ്ലാറ്റിൽ നമ്മൾ പോയി വാടക എടുത്ത തൊട്ടടുത്ത അപ്പുറത്തെ റൂമിൽ ഒരടി അപ്പുറത്ത് കഴിയുന്നവനെ നമ്മളാരും അവിടെ വാതിൽ പോയി മുട്ടി അവന്റെ സുഖം അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു പതിവില്ല. അത് ആരോ ഒരാളാണ് എന്നൊക്കെ നമ്മൾ അവഗണിക്കുന്നു. ആ ഒരു ഫ്ലാറ്റ് സംസ്കാരം അങ്ങനെയാണ്. ഇന്ന് കുഗ്രാമങ്ങൾ വരെ, പട്ടണങ്ങളിലും നഗരങ്ങളും വിട്ട് ഗ്രാമാന്തരീക്ഷത്തിലേക്ക് വരെ ഈ നിലക്കുള്ള അകൽച്ചയും വേർപാടുകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. എത്രമാത്രം പ്രാധാന്യത്തോടു കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയുമായുള്ള ബന്ധം സ്ഥാപിക്കേണ്ടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. മസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ലനന്തു അന്നഹു സയവരിസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് എന്നോട് അയൽവാസികളെ കുറിച്ച് ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഹത്താ ലനന്തു അന്നഹു സയവരിസുഹും. ഞാൻ അവർക്ക് തന്റെ അനന്തരാവകാശ സ്വത്തിൽ വരെ വിഹിതം നൽകേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിക്കുന്നത് വരെ എന്നാണ്. അനന്തര സ്വത്തിൽ വിഹിതം നൽകുക എന്ന് പറഞ്ഞാൽ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളുകൾക്കാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് അനന്തരമായി ലഭിക്കുക. വാപ്പ മരണപ്പെട്ടാൽ മക്കൾക്ക്, ആ നിലക്ക് അത്രയും അടുപ്പമുള്ള ആളുകൾക്കാണ് അനന്തര സ്വത്ത് നൽകുന്നത്. ഇതുവരെ ഈ നിലക്ക് അനന്തരാവകാശം പോലും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നത് വരെ അയൽവാസികളുമായുള്ള ബന്ധം സ്ഥാപിക്കേണ്ടതിനെ കുറിച്ച് ജിബ്രീൽ എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുൻഗാമികളായ വിശ്വാസികളുടെയൊക്കെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഈ നിലക്കുണ്ടായിരുന്നു. ഒരിക്കൽ മദീനയിൽ നടന്നൊരു സംഭവം നമ്മൾ പലവരും കേട്ടതായിരിക്കും. ഒരു ജൂതൻ തന്റെ വീട് വിൽക്കുന്ന സമയത്ത് ആ വീടിന് സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ വലിയ വില പറയുന്നു. ആളുകൾ ചോദിച്ചു, എന്താണ് നീ ഇത്രയും വില കൂട്ടി പറയുന്നത്? ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ എൻ്റെ വീടിനേക്കാൾ വില കാണുന്നത് എൻ്റെ അയൽവാസിക്കാണ്. അയൽവാസി ഒരു മുസ്ലിമാണ്. ഞാൻ എവിടേക്കെങ്കിലും ദൂരെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തെയും എൻ്റെ സമ്പത്തിനെയും ഒക്കെ അവരെ ഏൽപ്പിച്ചാണ് പോകുന്നത്. ഇന്നേവരെയും അത് സുരക്ഷിതമാണ്. വളരെ സത്യസന്ധരാണ് അവർ. കൂടെ ജീവിക്കാൻ കൊള്ളാവുന്നവരാണ്. ഈ നിലക്ക് അയൽവാസികളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ധാരണയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറി. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയോട് മാന്യമായി ഏറ്റവും നന്നായി അവൻ പെരുമാറട്ടെ എന്നാണ്.
ഈ നിലക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും കടപ്പാടുകളുമൊക്കെ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുവാൻ ഒരു വിശ്വാസി പാടില്ല. വിശ്വാസിയുടെ ജീവിതം വെറും നമ്മൾ എണ്ണിപ്പറഞ്ഞ് പഠിച്ചു വെച്ച ആ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുക, ഏതാനും ചില ആരാധനാമുറകൾ അത് യാന്ത്രികമായി അങ്ങനെ നിർവഹിച്ചു പോരുക, അതല്ല. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മുടെ വിശ്വാസം അത് എപ്പോഴും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, നിറഞ്ഞു നിൽക്കണം. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ആ നിലക്ക് ജീവിതം മാറി വരുവാൻ നമുക്ക് സാധ്യമാകണം. സാമൂഹ്യമായി നമ്മൾ പാലിക്കേണ്ടുന്ന, നമ്മൾ പെരുമാറ്റ രീതികളിലും പ്രവർത്തനങ്ങളിലും സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് ജീവിത രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ബശ്ശിറൂ വലാ തുനഫിറൂ യസ്സിറൂ വലാ തുഅസ്സിറൂ. നിങ്ങൾ ആളുകൾക്ക് സന്തോഷം നൽകുക. ബശ്ശിറൂ വലാ തുനഫിറൂ. നിങ്ങൾ ആളുകൾക്ക് സന്തോഷം നൽകുക, ഒരിക്കലും അവരെ വെറുപ്പിക്കരുത്, അകറ്റി നിർത്തരുത്. യസ്സിറു വലാ തുഅസ്സിറു. ആളുകൾക്ക് നിങ്ങൾ എളുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക, ഒരിക്കലും അവർക്കൊരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലാവരുത്. എപ്പോഴാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു സഹാബി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണിത്. നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ആളുകൾക്ക് സന്തോഷമേ പകർന്നു നൽകാവൂ, ആളുകൾക്ക് എളുപ്പമേ ഉണ്ടാക്കി കൊടുക്കാവൂ. അവരെ പോയി മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞെരുക്കി പ്രയാസപ്പെടുത്തി എല്ലാം ഒരു ഭാരമാണ് എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റരുത്. എളുപ്പവും സന്തോഷവും പകർന്നു നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നല്ലത് പറ. ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നല്ല കാര്യം പറഞ്ഞില്ലെങ്കിൽ മിണ്ടാതിരിക്കാം, നല്ലത് പറയുന്നുവെങ്കിൽ നല്ലത് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും, ഒരു പ്രശ്നമില്ലല്ലോ. ഈ നിലക്ക് നമ്മൾ പാലിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ പരിഗണിക്കേണ്ടതും നമ്മൾക്ക് പലപ്പോഴും ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ വളരെ പ്രാധാന്യപൂർവ്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ സഹാബികളെ വിളിച്ചുപദേശിച്ചത്. വിശുദ്ധ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പൊന്നോമന പുത്രന് നൽകുന്ന ഉപദേശങ്ങളിൽ പറയുന്ന ഒരു കാര്യം, വഖ്സിദ് ഫീ മശീക് വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. വഖ്സിദ് ഫീ മശീക്, നീ നിന്റെ നടത്തത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കണം. എല്ലാം കീഴ്പ്പെടുത്താൻ കഴിയുന്നവനാണ് ഞാനെന്ന ആ അഹങ്കാര ഭാവത്തോടു കൂടെ ഒന്നും നടക്കരുത്. ഒന്ന് മാന്യമായി മിതമായ രൂപത്തിലൊക്കെ നടക്കും. വഗ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദമൊക്കെ ഒന്ന് താഴ്ത്തി സംസാരിക്കും. ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തുമൊക്കെ നാവിട്ടടിക്കുന്ന, എല്ലാവർക്കും പ്രയാസം തോന്നിക്കുന്ന ഒരു സംസാരം ഉണ്ടാകരുത്. എന്നിട്ട് അദ്ദേഹം ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും അരോചകമായ, കേൾക്കാൻ അറക്കുന്ന വെറുക്കുന്ന ശബ്ദം അത് കഴുതയുടെയാണ്. ആ നിലക്ക് ആയിപ്പോകും അനാവശ്യമായി നാവിട്ടടിക്കുന്ന ഒരുത്തന്റെ സംസാരം എന്നാണ്. ആ നിലയിലേക്ക് ഒരിക്കലും നമ്മൾ അധപ്പതിച്ച് പോകുവാൻ പാടില്ല എന്നാണ്. വിശ്വാസികളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ പറഞ്ഞെന്താണ്? റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കാരുണ്യം കാണിക്കുന്നവരാണ്, പരസ്പരം കാരുണ്യത്തോടെയും സ്നേഹത്തോടു കൂടെ പെരുമാറുന്നവരാണ്. ഇന്ന് ആ സ്വഭാവങ്ങളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര അവശത അനുഭവിക്കുന്നവനെയും പ്രയാസപ്പെടുന്നവനോടും അല്പം കാരുണ്യത്തോടു കൂടെ ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മളുടെ മനസ്സ് സമ്മതിക്കാത്തൊരവസ്ഥയാണ്. എല്ലാം പിന്നെ കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യം. കാരുണ്യം ചെയ്യുവാനും കാരുണ്യ ലോട്ടറി എടുക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. അത്രയും അധപ്പതിച്ചു പോയി, എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട ചൂഷണ മനസ്ഥിതി. പാവപ്പെട്ടവനോട് കാണിക്കേണ്ടുന്ന കാരുണ്യത്തിന് 50 രൂപ നമ്മൾ ചെലവഴിക്കുന്നുവെങ്കിൽ അപ്പുറത്ത് 50 ലക്ഷം അതിന് പകരമായി ലഭിക്കുമോ എന്ന് നോക്കിയിട്ടാണ് കാരുണ്യത്തിന്റെ പിന്നാലെ പോകുന്നത്. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സഹായിക്കുന്നത് അത് മംഗല്യ ലോട്ടറി എടുത്താലേ നടക്കൂ എന്ന അവസ്ഥയിലേക്കൊക്കെ മാറിപ്പോകുന്നു. ഈ നിലയ്ക്ക് എല്ലാം കച്ചവടത്തിന്റെയും ചൂഷണത്തിന്റെയും മനസ്ഥിതിയിലേക്ക് പോകുന്നു. ആധുനിക സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഡോക്ടർ മുസ്തഫ സിബായി അദ്ദേഹത്തിന്റെ ജീവിത പാഠങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് ആധുനികത, ആധുനിക അവസ്ഥ എന്താണ്? അദ്ദേഹം പറയുന്ന 2-3 പോയിന്റുകൾ വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. അധർമ്മത്തെ മുഴുവൻ സ്വാതന്ത്ര്യമായി കാണുന്ന ഒരു സമൂഹം, അധർമ്മത്തെ മുഴുവൻ സ്വാതന്ത്ര്യമായി വിട്ടുകൊടുക്കുന്ന ഒരു കാലം. ആര് എന്തൊരു തെറ്റ് ചെയ്താലും അതിനാരും എതിർക്കില്ല, അതിനോട് പ്രതികരിക്കില്ല. അത് അവന്റെ സ്വാതന്ത്ര്യമല്ലേ?
എല്ലാറ്റിനും 1947 ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിച്ച് ഇവിടെ കിട്ടിയ സ്വാതന്ത്ര്യം എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഏത് തെമ്മാടിത്തം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന നിലക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കും. അധർമ്മം ചെയ്യുന്നത് അതൊരു ചെറിയ കുട്ടി, നമ്മളുടെ വീട്ടിലൊരു കുട്ടി എന്ന് കണ്ടാലും അവനൊക്കെ അവന്റെ പ്രായത്തിൽ അതൊക്കെ ചെയ്യട്ടെ. നമുക്ക് കുട്ടികളോട് സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഒക്കെ കാണിക്കണമെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് തടയുവാൻ നമുക്ക് സാധ്യമാകുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളതെങ്കിൽ തടയാൻ പറ്റുന്നത് തടയാം. പക്ഷേ നമ്മൾ അതവന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ്. അധർമ്മത്തെ മുഴുവൻ അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യമാണ്. ആധുനികത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അധർമ്മത്തെ മുഴുവൻ സ്വാതന്ത്ര്യമായി കാണുന്ന ഒരു സാഹചര്യം. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, കുതന്ത്രങ്ങളെ മുഴുവൻ സാമർത്ഥ്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലം. ഒരാള് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യില്ല, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അദ്ദേഹത്തിന്റെ ചില തന്ത്രങ്ങളിലൂടെയൊക്കെ പണം ഉണ്ടാക്കി ജീവിക്കും. നമ്മള് എന്താണ്, അവനൊക്കെ ഭയങ്കര സമർത്ഥനാണ് എന്നാണ് ജീവിക്കാൻ. കുതന്ത്രം മെനഞ്ഞ് അല്ലെ കുതന്ത്രം പ്രവർത്തിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തി പോകുന്ന ആളുകളെ ഇക്കാലഘട്ടത്തിൽ ആ കുതന്ത്രം എന്നത് ഒരു തെറ്റായിട്ടല്ല ആളുകൾ കാണുന്നത്. അതൊക്കെ അവന്റെ സാമർത്ഥ്യമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്, സമർത്ഥനാണ് എന്നൊക്കെ നിലക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലം. ചൂഷണത്തെ മുഴുവൻ സഹായമായി ആളുകൾ വിചാരിക്കുന്ന ഒരു കാലം. ചൂഷണം ചെയ്യുമ്പോൾ അതാണ് പറയുന്നത്, കാരുണ്യത്തിന്റെ പേരിൽ അത് കിട്ടണമെങ്കിൽ ആ നിലക്കൊരു പേര് പറഞ്ഞ് ചൂഷണം ചെയ്യപ്പെടുന്ന. ഇപ്പോൾ വീടുണ്ടാക്കാൻ നമ്മളുടെ അടുത്ത് പണമല്ല, കുറച്ച് കുറവാണ് എങ്കിൽ ബ്ലേഡ് കമ്പനിക്കാരും വട്ടിപ്പലിശക്കാരും ബാങ്കുകാരും എല്ലാവരും ഒരു പ്രമാണം ആവശ്യമില്ല, എങ്ങനെ വേണമെങ്കിലും കാശ് തരാണ്ട് നമ്മൾ വിചാരിക്കും സഹായമല്ല. നമ്മളിപ്പോ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്, സഹായം എന്ന നിലക്ക് അവർ നമ്മളുടെ അടുക്കൽ വരികയാണ്. പക്ഷേ അതിന്റെ പിന്നിൽ ആ സഹായം എന്ന നിലക്ക് നടന്ന ചൂഷണത്തെ പലപ്പോഴും തിരിച്ചറിയാറില്ല. ഇവിടെയാണ് മുസ്തഫ സിബായി പറഞ്ഞത്, ചൂഷണത്തെ സഹായമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇന്ന്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ കൃത്യമാണ്. അധർമ്മത്തെ സ്വാതന്ത്ര്യമായും കുതന്ത്രത്തെ സാമർത്ഥ്യമായും ചൂഷണത്തെ സഹായമായും ആളുകൾ കാണുന്നു. ഇവിടെയൊക്കെ വിശ്വാസികൾക്ക് നിർവഹിക്കുവാനുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹുവിന്റെ ആ നിർദ്ദേശം. അത് കൃത്യമായി പാവപ്പെട്ടവനെ നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ സഹായിക്കുക അത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അതിന് നമ്മൾ തിരിച്ച് പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, അത് നമ്മളുടെ ബാധ്യതയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ എന്നാണ്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കണ്ണാടി പോലെയാണ് എന്നാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന്. കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു ചൊല്ലിന് സമാനമായ പദമാണ്. ഒരു കണ്ണാടിയുടെ ഗുണം എന്താണ്? നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ആ വാഷ് ബേസിന് മുന്നിലുണ്ടാവും ഒരു കണ്ണാടി. നമ്മൾ കയ്യും മുഖമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി ആ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ മുഖത്തോ താടി രോമങ്ങളിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ കണ്ണാടി അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ആ വാൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും. അപ്പൊ നമ്മളുടെ മുഴുവൻ ശരീരം അവിടെ കാണാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, ന്യൂനത ഉണ്ടെങ്കിൽ ആ കണ്ണാടി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. അപ്പൊ നമ്മളത് മാറ്റിവെക്കും. എന്ത് നന്മയുണ്ടെങ്കിലും അതും ആ കണ്ണാടി അതുപോലെ കാണിച്ചു തരും. അതിനെ നമ്മൾ സ്വീകരിക്കും. ഇവിടെ വിശ്വാസി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വിശ്വാസം മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു കണ്ണാടിക്ക് സമാനമാണ്. തന്റെ കൂടെ ജീവിക്കുന്ന തന്റെ സുഹൃത്തിനോട് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നന്നായി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അത് അവനെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവൻ ആ നിലക്കൊരു പ്രേരണ നൽകുന്ന ഒരു നല്ല കാര്യം, അതൊരു വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാവണം. ഇനി അവന്റെ അടുക്കൽ ഏതെങ്കിലും തരത്തിലൊരു പോരായ്മ, ഒരു ന്യൂനതയുണ്ടെങ്കിൽ വളരെ സതുദ്ദേശത്തോടുകൂടെ അത് ഗുണദോഷിക്കുവാൻ നമുക്ക് സാധ്യമാണ്. അതാണ് കണ്ണാടിയുടെ ഗുണം. തെറ്റ് കണ്ടാലും ശരി കണ്ടാലും അത് കാണിച്ചു തരും. അതിന് ഇപ്പോൾ ഒരാളൊരു പോരായ്മ, നമ്മുടെ ജീവിതത്തിലൊരു പോരായ്മ ചൂണ്ടിക്കാണിച്ചു തന്നതിന് നമ്മൾ അവനോട് ദേഷ്യപ്പെടാൻ പോയിട്ട് കാര്യമില്ല. നമ്മളുടെ ഒരു പോരായ്മ, ശരീരത്തിലൊരു പോരായ്മ കണ്ണാടി ചൂണ്ടിക്കാണിച്ചെന്നാൽ നമ്മൾ കണ്ണാടി തല്ലി പൊട്ടിക്കാൻ പോയിട്ട് അതിൽ വലിയ ഫലമൊന്നുമില്ല. നമ്മൾ സ്വയം മാറുക എന്നുള്ളതാണ്. ഈ നിലക്ക് വിശ്വാസികൾ പരസ്പരം സഹകരണവും പരസ്പരം നല്ലൊരു
രീതിയിൽ ഈ കണ്ണാടിയുടെ ഉപമ എന്ന് പറഞ്ഞ പ്രവാചകൻ അന്ന് കാലത്ത് ഇത്രയും കൃത്യമായി ഒരു കാര്യം പറയുന്നത് എന്നും പ്രസക്തമായി നിലനിൽക്കുന്ന ഒരു ഉദാഹരണമാണത്. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. നമ്മൾ മലയാളത്തിൽ അതാണ് പറഞ്ഞത്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഗുണം. ചങ്ങാതി നല്ലവനാണെങ്കിൽ എന്ത് കുറവുണ്ടെങ്കിലും എന്ത് ഗുണമുണ്ടെങ്കിലും ആ ചങ്ങാതി നമുക്കത് കാണിച്ചു തരും. ഈ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൃത്യമായി ഒരു നിർദ്ദേശം നൽകിയത്. പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. പ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞത്, ഒരാളും വിശ്വാസിയാവുകയില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ സഹോദരനും കൂടി ഇഷ്ടപ്പെടുന്നത് വരെ. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ സുഹൃത്തിന് എന്തോ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അവനെ ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുന്നുവെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ നമ്മളത് ചെയ്യരുത് എന്നാണ്. ആ നിലക്കാണ് പ്രവാചകൻ ആ ഒരു ഉപദേശം നൽകിയത്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് നിങ്ങളുടെ സുഹൃത്തിനു കൂടി ഇഷ്ടപ്പെടണം. അതില്ലെങ്കിൽ അവനത് ഏതെങ്കിലും തരത്തിൽ വെറുപ്പുളവാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അനിഷ്ടകരമായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളത് ഒഴിവാക്കണമെന്നാണ്. അതൊരു നല്ല ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. പിന്നെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ അനുഭവിക്കേണ്ടി വരും. അത് ജീവിതത്തിൽ എല്ലാവരുടെയും ഒരു ഭാഗമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് വിശപ്പ്, ദാരിദ്ര്യം, മിനൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, സമ്പത്തിലും ശരീരങ്ങളിലുമൊക്കെയുള്ള കുറവുകള്, നഷ്ടങ്ങള്, ഇതൊക്കെ പരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെയൊക്കെ വിശ്വാസി എന്ന നിലയ്ക്ക് അതിനെയൊക്കെ അതിജീവിക്കുവാൻ, മറികടന്ന് ജീവിച്ച് മുന്നേറുവാൻ നമുക്ക് സാധ്യമാകണം. ഇപ്പോ ഒരു ജീവിതത്തിൽ നമുക്ക് കരുത്തും ശക്തിയും ഒക്കെ പകർന്നു തരിക നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ്. അല്ല എന്നും ഒരേ ജീവിതത്തിൽ സുഖം മാത്രം, ഒരിറ്റു കണ്ണീരിപ്പ് പുരളാതെന്തിന് ജീവിത പലഹാരം എന്നൊരു കവി ചോദിക്കുന്നു. ഒരിറ്റു കണ്ണീരിപ്പ് അതെന്താണെന്നറിയാതെ ജീവിതത്തിൽ സുഖസമൃദ്ധി മാത്രമാണെങ്കിൽ ആ സമൃദ്ധി അനുഭവിക്കാൻ കഴിയില്ല. വെളിച്ചം മാത്രം കണ്ടവന് അല്ല ഇരുട്ട് കണ്ടവന് മാത്രമേ വെളിച്ചത്തിന്റെ ഗുണമറിയുവാൻ സാധിക്കുള്ളൂ. എന്നും വെളിച്ചമാണെങ്കിൽ അതിന്റെ പ്രസക്തി അനുഭവപ്പെടുകയില്ല. എന്തിനാണ് അള്ളാഹു നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത്? ജീവിതത്തിൽ കൂടുതൽ ശക്തരും കരുത്തരുമാകുവാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഒരു കത്തി, ഒരു ഇരുമ്പിന്റെ ഒരു ആയുധം, അത് നല്ല തിളക്കവും മൂർച്ചയും ഉണ്ടാകണമെങ്കിൽ അതിങ്ങനെ വെറുതെ ഒരു ഭാഗത്ത് ഇരുന്നാൽ ഉണ്ടാവില്ല. നമ്മളെ ഈ കൊല്ലന്റെ ആലയിൽ, ഇവിടെ ബ്ലാക്ക് സ്മിത്ത്, ഈ കരുവാൻ എന്താ കൊല്ലൻ തന്നെ പറയാം, കൊല്ലന്റെ ആലയിൽ നമ്മൾ പോയി നോക്കിയിട്ട് കാണാം, നല്ല ചുട്ടുപൊള്ളുന്ന ആ തീയിൽ കിടന്ന് വെന്തുരുകി നല്ല ഇരുമ്പിന്റെ ഹാമർ കൊണ്ട് നല്ല മേട്ടം കിട്ടി, ഇടി കിട്ടി, അങ്ങനെ ആയി വരുമ്പോഴാണ് ആ കത്തിക്ക് നല്ല മൂർച്ചയും തിളക്കവും ഒക്കെ ഉണ്ടാകുന്നത്. വെറുതെ ഇങ്ങനെ ഒരു ഭാഗത്തിരുന്നാൽ തുരുമ്പ് പിടിച്ചു പോവുള്ളൂ. അതേസമയം ആ തീയിൽ കിടന്നൊന്ന് എരിഞ്ഞ് ഒന്ന് വെന്ത് അല്പം ദണ്ഡനമൊക്കെ ഏറ്റപ്പോൾ അതിന് കുറച്ച് മൂർച്ചയും തിളക്കവും ഉണ്ടായി. ആ കത്തി ആ നിലക്ക് ആളുകൾക്കിടയിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് അതിനല്പം പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. അങ്ങനെ അതിജീവിച്ച് വരുമ്പോഴേ നമുക്ക് കരുത്തുണ്ടാവും. നമ്മളെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ നൽകി പടച്ചതമ്പുരാൻ നമ്മളെ പരീക്ഷിക്കുന്നത് ഭാവിയിൽ അതിനേക്കാൾ അപ്പുറത്ത് വരുന്നതിനെ കരുത്തുറ്റ മനസ്സും ശരീരവുമായി നേരിടുവാൻ വേണ്ടിയാണ്. ഇപ്പൊ ചെറിയൊരു പനി വരുമ്പോ നമ്മളിങ്ങനെ വല്ലാതെ അസ്വസ്ഥമാണ് അല്ലെങ്കിൽ ഭയപ്പെടുന്ന അതിന്റെ ഒരു ആവശ്യമില്ല. ചിലപ്പോൾ ചെറിയ പനി അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം രോഗങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിലൂടെ നമ്മളെ ശരീരത്തിന് ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടാവും. അതിനേക്കാൾ വലിയൊരു രോഗം വരുന്നതിനെ അത് തടഞ്ഞു നിർത്തും. ഇപ്പൊ നമുക്കറിയാം, ചിക്കൻ പോക്സ് പിടിപെട്ടവന് പിന്നീട് അത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ചിക്കൻ പോക്സ് പിടിപെടുന്നതോടുകൂടെ അവന്റെ ശരീരത്തിൽ അതിനെയൊക്കെ പ്രതിരോധിക്കുവാനുള്ള ആ ആന്റിബോഡികൾ വളർന്നു വന്നു. ഇനി അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് മാരകമായ രോഗമാണെങ്കിലും ചിലപ്പോൾ പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി ആ ശരീരത്തിനുണ്ടാവും. ഇവിടെയാണ് നമ്മൾ പരീക്ഷണങ്ങളെ ഈ നിലക്ക് പോസിറ്റീവായി ക്രിയാത്മകമായി കാണുവാൻ സാധ്യമാകണം. ഇല്ല എങ്കിൽ എന്നും നമ്മൾ അസ്വസ്ഥരായി, എന്നും നമ്മൾ തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് പോകും. പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിക്കുവാനുള്ള മാനസികവും ശാരീരികമായ കരുത്ത് നമ്മൾ ആർജിക്കേണ്ടത് ഈമാനിലൂടെയാണ്, വിശ്വാസത്തിലൂടെ നേടിയെടുക്കുവാൻ സാധ്യമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വിശ്വാസി ആരാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. വിശ്വാസിയുടെ ജീവിതം എങ്ങനെ? അജബൽ ലി അംരിൽ മുഅ്മിൻ. വിശ്വാസിയുടെ ജീവിതം മഹാ അത്ഭുതം തന്നെയാണ്. ഇദാ അസാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു.
അവന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്തോഷം വന്നു ഭവിച്ചാൽ അവനതിന് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. സന്തോഷം ലഭിച്ചാൽ നന്ദി കാണിക്കുക എന്നുള്ളത് അതവന് കൂടുതൽ കൂടുതൽ നന്മ ലഭിക്കുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കും തോറും നിങ്ങൾക്ക് അതിനെ വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം, ജീവിതത്തിൽ ഒരു നിഅമത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നന്ദിയുള്ളവരായി മാറുക എന്നുള്ളത് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള ഒരു വേദിയായി മാറും, ഒരു അവസരമായി മാറും. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസാബതുഹു വറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഇനി അവനൊരു പ്രയാസം, ഒരു കഷ്ടപ്പാടും ദുരിതവുമാണ് അവനെ തേടിയെത്തിയത് എങ്കിൽ അവനവിടെ ക്ഷമിക്കും, അതും അവന് ഖൈറാണ്, നന്മയാണ് എന്നാണ്. അപ്പോ പ്രയാസഘട്ടങ്ങളെ ക്ഷമിച്ച് തരണം ചെയ്ത് അല്പം സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതും നമുക്ക് ഗുണകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ നിലക്ക് ജീവിതത്തെ സമീപിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമായാൽ തീർച്ചയായും അവന്റെ ജീവിതം ഇഹലോകത്തും പരലോകത്തും വിജയം വരിക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ സാധ്യമാവാത്തവരാണ്. ഏതൊരു കാര്യത്തിലായാലും, ജീവിതത്തിന്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും പലപ്പോഴും ഒരുപാട് അസംതൃപ്തരെയാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. എങ്ങനെയാണ് ഇവിടെ സംതൃപ്തി ഉണ്ടാകാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനഃശാസ്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുവാൻ വേണ്ടി അവിടെ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, ഒരിക്കലും നിങ്ങൾ നിങ്ങളെക്കാൾ മേലെ ഉയർന്ന ആളുകളിലേക്ക് നോക്കരുത്. എന്തിനാണത്? നമ്മളെപ്പോഴും നാം ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ട്. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എത്രയോ പട്ടിണിപ്പാവങ്ങൾ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ കഴിയുന്നു. നമ്മൾ ആലോചിക്കുക, എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ 3 നേരം സാധാരണ ഭക്ഷണമാണ് കഴിക്കുന്നത്, എന്റെ അടുത്തുള്ളവൻ അല്ലെങ്കിൽ അപ്പുറത്തുള്ളവൻ അതിനേക്കാൾ നല്ല ഫുഡ് നന്നായിട്ട് കഴിക്കുന്നവനാണ്, എന്നിട്ട് നമ്മളിങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടണം. എനിക്ക് അത്യാവശ്യം മഴയും വെയിലും ഒന്നും കൊള്ളാതെ ജീവിക്കുവാനുള്ള ഒരു വീടുണ്ട്. നമ്മൾ നോക്കേണ്ടത് അതുപോലുമില്ലാത്ത കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലുമൊക്കെ ഒന്നുമില്ലാതെ കൊതുകിന്റെ കടിയേറ്റ് വെയിലും മഴയും കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ അതല്ല ആലോചിക്കുന്നു, പകരം എന്നേക്കാൾ വലിയ വീടാണല്ലോ അപ്പുറത്തുള്ളവന്. നമ്മൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്, ഒരിക്കലും ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് പ്രവാചകൻ വളരെ കൃത്യമായി പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെപ്പോഴും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനമുണ്ട്. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ ഉയർന്ന ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത് നോക്കി നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അതാണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കാൻ ഏറ്റവും നല്ലത്. അത് ആ നിലക്ക് നമ്മൾ ജീവിതത്തെ സമീപിക്കുന്നുവെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവുകയില്ല. ഉള്ളത് എത്ര ചെറുതാണെങ്കിലും നാം വിചാരിക്കേണ്ടത് അതിനേക്കാൾ താഴെ കഷ്ടപ്പാടും പ്രയാസവുമായി കഴിയുന്ന ആളുകൾ എത്രയോ ഉണ്ട് എന്നാണ്. ആ നിലക്ക് നമ്മൾ കാണുമ്പോൾ ജീവിതത്തിൽ സംതൃപ്തി കൂടുതൽ അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാകും. ഒരു വിശ്വാസിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസി നെറ്റിത്തടം വിയർത്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുക എന്നാണ്. അതായത് മരിച്ചു കിടക്കുന്ന ആളുടെ നെറ്റിത്തടം അങ്ങനെ തടവി നോക്കിയാൽ വിയർപ്പ് തുള്ളികൾ കാണുമെന്നല്ല, അത്രയും കർമ്മനിരതനായിരിക്കും. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പല നിലക്കുമുള്ള അധ്വാനങ്ങൾ കൊണ്ട് അവൻ നെറ്റിത്തടം വിയർത്തുകൊണ്ടായിരിക്കും ഇവിടെ നിന്നും വിടവാങ്ങിപ്പോവുക എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ നിലക്ക് ജീവിതത്തെ സമീപിക്കുവാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് ജീവിതത്തിൽ നന്മകൾ നിറച്ച് സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയുടെ കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം മുന്നിൽ നിന്ന് ജീവിതത്തെ വിജയം വരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മൾ യഥാർത്ഥ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ സ്വീകരിക്കുന്നുവെങ്കിൽ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ്
ഉന്നതർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ വിശ്വാസികളാണ്. വിശ്വാസം ഞാൻ പറഞ്ഞില്ലേ, വെറും ആ പേര് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ജീവിതത്തിൽ അതിങ്ങൾ പ്രകടമാകുന്ന രൂപത്തിലേക്ക് മാറി വരുവാൻ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഫലപ്രദം. അങ്ങനെയെങ്കിൽ നമ്മെ അതിജയിക്കുവാൻ, നമ്മെ മറികടക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മൾ വിജയം വരിക്കാത്തതിന്റെ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാഉൻ കൗസായിസൈൽ, എല്ലാവരും നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന വലിഞ്ഞു കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞു. അന്ന് സഹാബികൾ ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, പ്രവാചകൻ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? ബൽ അൻതും കസീർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അന്ന് ധാരാളം ഉണ്ടാകും. പക്ഷേ ഉസാഉൻ കൗസായിസൈൽ, മലവെള്ളപ്പാച്ചിലെ ചപ്പുചവറുകളെ പോലെയായിരിക്കും നിങ്ങൾക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജീവനുള്ള ഒരു സമൂഹമായി മാറാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മലവെള്ളപ്പാച്ചിലെ ചപ്പുചവറുകൾ എന്ന് പറഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോവും. ശവം, മയ്യത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതും നീന്തും, ഒഴുക്കിനൊപ്പം നീന്തിപ്പോവും. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ ജീവനുള്ളവരായിരിക്കണം. വിശ്വാസികൾ ജീവനുള്ളവരാണ്. ഒഴുകി വരുന്നതിന്റെ കൂടെ ഒഴുകി പോകുന്നത് വെറും ശവങ്ങളാണ്. ജീവനുള്ളവൻ വിശ്വാസി ഒഴുക്കിനെതിരെ നീന്തി തുടിക്കുവാൻ സാധ്യമാകുന്നവനായിരിക്കണം. ആ നിലക്ക് നമ്മളൊന്ന് പരിവർത്തിപ്പിക്കപ്പെടുവാൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, ജീവിതം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പാകപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ഏറ്റവും അർഹമായ പ്രതിഫലം നൽകുന്ന സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പടച്ചതമ്പുരാൻ പുറത്തു തരുമാറാകട്ടെ. അവസാനം ഒരു പ്രാർത്ഥന നമ്മൾ ഒന്നിങ്ങനെ എല്ലാവരും ഒന്ന് ചൊല്ലി നമുക്കവിടെ അവസാനിപ്പിക്കാം. ഒരു ചെറിയൊരു പ്രാർത്ഥന കൂട്ടത്തിൽ നമ്മൾ പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ സാധാരണ നമസ്കാരങ്ങൾ കഴിഞ്ഞ് എണീറ്റ് പോരുന്ന സമയത്ത് നടത്തിയിരുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്ന ഇബാദതിക എന്നാണ്. പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും നമ്മളത് ഒരു സ്ഥിരം ശീലമാക്കി കഴിഞ്ഞാൽ അല്ലാഹുമായുള്ള നമ്മുടെ അടുപ്പം കൂടുതൽ ശക്തമാക്കുവാൻ സാധ്യമാകും. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹു അഇന്നി, എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്റെ ആ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി, വശുക്രിക, നിനക്ക് നന്ദി അർപ്പിക്കുന്ന കൂട്ടത്തിലായിക്കൊണ്ടും, വഹുസ്ന ഇബാദതിക, നന്മ ആരാധനകൾ നല്ല രൂപത്തിൽ ചെയ്യുന്നതിനും എന്നെ നീ സഹായിക്കണമേ എന്ന് പടച്ചതമ്പുരാനോട് പറയുന്ന ആ ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ നിരന്തരം പറയുകയും ആ നിലക്ക് ആയി വരുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. ഞാനൊന്ന് ചൊല്ലാം, എല്ലാവരും കൂടി ഒന്ന് ചൊല്ലുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്ന ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്ന ഇബാദതിക. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.